ഷാജൻ സർഗെ എന്ന് പറയുന്ന വ്യക്തി സ്വാമി വിവേകാനന്ദന് ശേഷം ആര് എന്നുള്ളതിന് ഉള്ള മറു ഉത്തരവൊന്നുമല്ല. മെയിൻ സ്ട്രീം ചാനലുകൾക്കുള്ളതിനേക്കാളും വ്യൂവർഷിപ്പ് മറുനാടൻ മലയാളിക്കുണ്ട്. ഷാജന്റെ ചാനലുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഒപ്പം അവരെ ഇഷ്ടം നിൽക്കാത്ത ആരായാലും അവർക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ട് വേണം ഇത് കരുതാൻ. അദ്ദേഹം ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ പറയുന്ന ഒരാളാണ്. മുഖം നോക്കാതെ കാര്യങ്ങൾ വിമർശിക്കുന്ന ഒരാളാണ്. പത്രപ്രവർത്തനം അതിൻ്റെതായ കൃത്യനിഷ്ഠയോടെ സത്യസന്ധയോടെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളത്തില്ല. മാധ്യമ മേഖലയിൽ നിഷ്പക്ഷമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതായത് കുറെ ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്ത് ഗുണ്ടായുസവും നടക്കുമെന്നുള്ള ഒരു കാര്യം ഇതിന്റെ അകത്ത് അത് തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ വിടാം. സതീശൻ പറയുന്ന ദിവസം സംസാരിക്കുന്നത് കേരളത്തിലെ പോലീസ് കഴിവെട്ടാറാണെന്നൊന്നും പറഞ്ഞു കളയുന്നത് മോശമായി. അറിയാൻ പറ്റാത്ത ഒരു കാര്യം ജിൻസ്. പിന്നെ ഈ വല്യച്ഛൻ വന്നാലും കൊച്ചപ്പച്ചൻ വന്നാലും പൂജാരി വന്നു കഴിഞ്ഞാലും മന്ത്രവാദി വന്നു കഴിഞ്ഞാൽ ഈ പൂവൻകോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായി ഡിവൈഎഫ്ഐയുടെ കൊണ്ടേക്കുന്നതിനായിട്ട് ആ പിള്ളേർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. ഇത്രയും ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കാരണം ശരിയായിട്ടുള്ള ഒരു നിയമപാലനം നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് പട്ടാപ്പകൽ ഒരു മാധ്യമ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടത്. പോലീസുകാർക്ക് അന്നേരം കവടി നിർത്തി കണ്ടുപിടിക്കാൻ പറ്റുമോ അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്? അതൊന്നും പറ്റത്തില്ല. മുഖ്യധാര മാധ്യമങ്ങളിലെ അത് പ്രിന്റഡ് മീഡിയ ആകട്ടെ വിഷ്വൽ മീഡിയ ആയിക്കട്ടെ ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഒരു ക്യാമറാമാനാണ് ആക്രമിക്കപ്പെട്ടെങ്കിൽ അവർ എത്ര പന്തം കൊളുത്തി പ്രകടനം ജാതീയമായിട്ടൊന്ന് രംഗത്തിറങ്ങുമായിരുന്നു. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്രപ്രവർത്തകൻ ഷാജൻ സ്കറിയക്കെതിരായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് ഭാരവാഹികൾ പങ്കെടുക്കുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തേത്. തൃശൂർ ജേക്കബ്, ജോസഫ് ജോൺ, ജിൻസ്മോൻ സക്കറിയ എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഈ ഒരു ആക്രമണം പത്രസ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഉത്തരവാദിത്വം, ജനാധിപത്യത്തിലെ മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നിയമപരം, രാഷ്ട്രീയം, സാമൂഹികം എന്നിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിൽ നിന്നും ഈ വിഷയത്തെ നമുക്ക് നോക്കിക്കാണാം. എന്താണ് ജിൻസ്മോന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായിപ്പോയി. ആദ്യം തന്നെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ പേരിൽ ഷാജൻ സ്കറിയക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ അപലപിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നലെ തൊടുപുഴ വെച്ച് നടന്ന അദ്ദേഹം ഒരു പ്രൈവറ്റ് പരിപാടിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയി. കേരളം പോലെ ഇത്ര സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ അതൊരു മാധ്യമ പ്രവർത്തനം ആക്രമിക്കപ്പെടുക എന്ന് പറയണത് തന്നെ നമുക്ക് അതിനെ ഏത് രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കണമെന്നറിയത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഷാജൻ സ്കറിയ ഒരു സ്വന്തമായ പാതയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ മറുനാടൻ എന്ന് പറഞ്ഞ ഒരു ചാനലിലൂടെ സ്വതന്ത്ര പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെ ഒക്കെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ പറയുന്ന ഒരാളാണ്. മുഖം നോക്കാതെ കാര്യങ്ങൾ വിമർശിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഒരു ടാർജറ്റാണ് ഷാജൻ ഉണ്ടായിരുന്നത്. കാരണം ഷാജൻ വളരെ വിമർശനപരതയോടുകൂടി ഈ സർക്കാരിനെ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ജിഹാദികളെയും വളരെ കൃത്യമായിട്ടുള്ള വിമർശനം ഷാജൻ നടത്താറുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പറയല്ലേ, ആശയത്തെ നമ്മൾ ഒരിക്കലും നേരിടേണ്ടത് ആയുധം കൊണ്ടല്ല. അതിപ്പോ ഇതിന്റെ പുറകിൽ വിമർശിക്കപ്പെട്ട ആൾക്കാരുടെ ഇപ്പൊ ഇതിന്റെ അകത്ത് പേര് ചേർക്കപ്പെട്ട 5 പേര് ഇതിനകത്ത് അതിനെതിരെ കേസെടുത്തതൊന്നും എത്ര കൃത്യമായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സർക്കാരിന്റെ പിന്തുണയില്ലാതെ, സർക്കാരിന്റെ ഒരു സമ്മതമില്ലാതെ ഈ പോലീസ് ഒന്നും കൃത്യമായിട്ട് ഇടപെടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നമ്മളൊരു വിദേശത്തൊക്കെ ഇരുന്ന് മാധ്യമ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ചില കൺട്രികളിലൊക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നും നമുക്കിങ്ങനെ മാധ്യമപ്രവർത്തകർ അതായത് ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. ആ ഒരു കാര്യത്തില് അദ്ദേഹം ഇപ്പൊ ഏത് രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അതില് നമ്മൾ ഈ പറയണ ഈ ഒരു മാധ്യമ മേഖലയിൽ നിൽക്കുന്ന കേരളത്തിൽ സംഘടനകളൊന്നും ഇതിനെ കാര്യമായി വിമർശിച്ചു കണ്ടില്ല. അല്ലെ അവരൊരു സംഘടിതമായിട്ട് ഇപ്പൊ പറഞ്ഞ സോഷ്യൽ മീഡിയനെ അംഗീകരിക്കാത്ത ഒരു മാധ്യമ മേഖല നമ്മുടെ പഴയ മാധ്യമ പ്രവർത്തകര്
ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ഈ പുതിയതായിട്ട് വന്ന ഈ തലമുറയെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് അംഗീകരിക്കാൻ വന്നിട്ടില്ല. അവരൊക്കെ ഇതിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് കയറി വരുന്നുള്ളൂ. നമ്മുടെ മുത്തശ്ശിമാരായിട്ടുള്ള മനോരമയെ, മാതൃഭൂമിയൊക്കെ അവർക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇപ്പൊ ദീപിക ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഏറ്റവും ആദ്യകാലത്ത് വന്ന, എനിക്ക് തോന്നുന്നുണ്ട് ഒരു 10-25 വർഷം മുമ്പ് തന്നെ അവർ ഓൺലൈൻ വളരെ അഗ്രസീവായിട്ട് വന്നു. ഇപ്പൊ അവരൊക്കെ ഒത്തിരി പുറകിലേക്ക് പോയി. മനോരമയൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഒരു കാര്യം അതല്ല. ഷാജനെതിരെ നടന്ന ഈ ആക്രമണത്തെ ഈ പറയണ മാറ്റി നിർത്തി, അതായത് യൂട്യൂബർ എന്ന രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത്, യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു മോശം പ്രവൃത്തിയാണ്. അതിലെ ഇപ്പം പറയാ, ഇപ്പം മെയിൻ സ്ട്രീം ചാനലുകൾക്കുള്ളതിനേക്കാളും വ്യൂവർഷിപ്പ് മറുനാടൻ മലയാളിക്കുണ്ട്, ഷാജന്റെ ചാനലുണ്ട്, ഷാജന്റെ മറ്റ് അനവധി ചാനലുകൾ, ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതിയിലുള്ള ഒത്തിരി ചാനലുകൾ കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പത്ര മാധ്യമങ്ങൾ പോലും യൂട്യൂബ് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അവരെയും അങ്ങനെ മാറ്റി വിളിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരും യൂട്യൂബ് നടത്തുന്നുണ്ടല്ലോ, യൂട്യൂബ് ചാനലുകൾ നടത്തുന്നില്ല. അല്ല, അതാണ് ഈ കാലം മാറിയതനുസരിച്ച്, ഈ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഇവർക്ക് അങ്ങ് എത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഇവര് നാളെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. കാരണം ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ എന്നൊക്കെ പറയുന്ന പത്രങ്ങളും ചാനലുകളും, നമ്മൾ സോക്കോൾഡ് സാറ്റലൈറ്റ് ചാനലുകൾ എന്നൊക്കെ പറഞ്ഞ ചാനലുകൾ വലിയ ഇൻവെസ്റ്റ്മെന്റോട് നടക്കുന്നത്, ആ കാലമൊക്കെ കുറച്ചുകൂടി പോകും. കാരണം ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ വൈറ്റ് ഹൗസിലൊക്കെ ഒരു പ്രസ് പാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വൈറ്റ് ഹൗസിലെ പ്രസ് മീറ്റിംഗിലൊക്കെ പറയുന്നത് ട്രംപ് വന്നതിന് ശേഷം, കാരണം ഈ പറഞ്ഞ സോഷ്യൽ ഇൻഫ്ലുവേഴ്സിനെയും അതുപോലെ ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരെയും ഒക്കെ ഒരു ട്രെൻഡ്, കാരണം അദ്ദേഹം മെയിൻ സ്ട്രീം മീഡിയനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. പക്ഷെ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കയ്യിലൊരു ഫോൺ ഇരിക്കുന്ന ആൾ ഒരു മാധ്യമപ്രവർത്തനായിട്ട് വരുവാണ്. അവർക്ക് നമ്മൾ ഈ സോക്കോൾഡ് ഈ പറയുന്ന ലേബലിന്റെ ഒന്നും പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. ആ കാലഘട്ടത്തിലെങ്കിലും ഈ ഷാജനെതിരെയുള്ള ഈ ആക്രമണത്തെ കേരളത്തിലെ പത്രപ്രവർത്തകരും ഒന്നായിട്ട്, കാരണം ഇത് അവർക്ക് നേരെ വരുന്ന ഒരു വടിവാളാണ്. കാരണം നമ്മൾ ഭരിക്കുന്ന ആൾക്കാരുടെ അനിഷ്ടമായിട്ട് എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ എതിർക്കപ്പെടുന്ന എന്തിനെ എതിർത്താലും അതിനെയെല്ലാം ഒരു ആശയത്തെ എന്താ പറയണേ ആയുധം കൊണ്ട് നേരിടാം എന്നുള്ള ഒരു ചിന്താഗതി, അത് രാജ്യത്തിനും ലോകത്തിനും ഒരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം പണമുള്ളവൻ, അധികാരമുള്ളവൻ മാധ്യമപ്രവർത്തകർ, കാരണം ഇന്ന് പണ്ടത്തെ പോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെയൊന്നും അങ്ങനെ ഏറ്റെടുക്കുന്ന, ഇന്നെല്ലാം കുറച്ചുകൂടി സ്വാർത്ഥ താല്പര്യങ്ങളുള്ള സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ മാധ്യമ മേഖലയുള്ളത്. അപ്പം സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് മീഡിയ പക്ഷപാതരഹിതമായിട്ട് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റിയല്ല. കാരണം വളരെ ചെറിയ പെർസെന്റേജ് ആയിട്ടുള്ള ആൾക്കാരെ ഈ പറഞ്ഞ ഒരു മാധ്യമ മേഖലയിൽ നിഷ്പക്ഷമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ വ്യക്തികളുണ്ടാകാം, പ്രസ്ഥാനങ്ങളുണ്ടാകാം, മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുണ്ടാകാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ നമ്മൾ ശക്തമായിട്ട് അപലപിക്കുന്നു. നമ്മുടെ അതുപോലെ തന്നെ അതിന് മറ്റുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അവർ ഇതിന്റെ അകത്ത് ഈ വ്യത്യാസം കാണിക്കാതെ എല്ലാ മേഖലയിലുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സംഘടനകളും ഇതിനെ ശക്തമായി എതിർക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതെ, ഇത് ജനാധിപത്യത്തിലും മാധ്യമ വിശ്വാസത്തിലും ഒരു പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ഇത്തരം ആക്രമണങ്ങൾ ഒരു ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പൊ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും അക്രമാസക്തമായ ഒരു തിരിച്ചടി, അവരുടെ ഒരു പത്രസ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ എടുത്തുകൊണ്ട് അവർ വിമർശിക്കുന്നത്, അതായത് അവർ കാണുന്ന ഭരിക്കുന്ന ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരോ അവർ ചെയ്യുന്ന ചെയ്തികളെ അവർ വിമർശിക്കുമ്പോൾ അതിന് ഇങ്ങനെയുള്ള അക്രമാസക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സാധാരണ പൗരന്മാർക്ക് പോലും സംസാരിക്കാനോ എതിർക്കാനോ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ധൈര്യം ഉണ്ടാകാതെ വരുന്നു. അപ്പൊ ഇത് കൂടുതൽ പത്രപ്രവർത്തകരെ ഭയം മൂലം സ്വയം ഒരു സെൻസർഷിപ്പിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്. കാരണം എല്ലാ പേർക്കും ഒരു എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് അവരെല്ലാവരും ഒരു സെൻസർഷിപ്പ്, സ്വയം ഒരു സെൽഫ് സെൻസർഷിപ്പിലേക്ക് പോയിട്ട് പത്രസ്വാതന്ത്ര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം എത്രത്തോളമാണ് ഗവൺമെന്റ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നമ്മൾ അവിടെ പറയുന്നുണ്ട് പത്രസ്വാതന്ത്ര്യമുണ്ട്, പൗരസ്വാതന്ത്ര്യമുണ്ട്, സംസാര സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കെതിരെയല്ല. നമ്മൾ സീ സംതിങ് സേ സംതിങ് എന്ന് പറയുന്നത് പോലെ അവർ കണ്ടു കഴിയുമ്പോൾ അതിനെതിരെ അവര് തെളിവോടുകൂടെയാണ് അവര് സംസാരിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിനെ ഇങ്ങനെ ഒരു അക്രമ രീതിയിലേക്ക് പോകുമ്പോഴത്തേനുമാണ്
മുതിർന്ന പത്രപ്രവർത്തകർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പൊ പിന്നെ മറ്റുള്ള അവർക്ക് താഴെയുള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള പത്രപ്രവർത്തകരോ എങ്ങനെ അവര് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ അത് ഇനി വരുന്ന കാലത്തിലേക്ക് അവർക്ക് ജീവനിൽ പേടിയുണ്ടാകാം, അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവനിൽ പേടിയുണ്ടാകാം. അപ്പൊ അവരതൊരു സെൽഫ് സെൻസർഷിപ്പിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്താണ് ജോസഫേട്ടൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ജോസഫേട്ടൻ എന്താണ് തോന്നുന്നത്? നമ്മുടെ ഇന്നത്തെ കാലത്തെ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം വൺ ഓഫ് എമംഗ് അസ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യമോ ഒരു പ്രിവിലേജോ ഒന്നും എങ്ങോട്ടും കിട്ടാം. ഇവിടെ ഇപ്പൊ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷാജിൻ ശ്രേയസ് സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. അദ്ദേഹത്തിന്റെ വൈഫ് ബോബി അലോഷ്യസ് ഇംഗ്ലണ്ടിൽ ഒരു ട്രെയിനിങ്ങിന് വന്നപ്പോൾ ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് അദ്ദേഹം അവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എന്റെ സഹപാഠിയായിരുന്ന കല്ലറ ജഗദീഷ് എന്ന് പറയുന്ന ഒരാളോടൊക്കെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്ത ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് അത് തുടങ്ങിയ ശുക്ര സമയത്തായതുകൊണ്ട് അത് പടർന്ന് പന്തലിച്ചു. ഈ ഷാജിൻ സർഗെ എന്ന് പറയുന്ന വ്യക്തി സ്വാമി വിവേകാനന്ദന് ശേഷം ആര് എന്നുള്ളതിന് ഉള്ള മറു ഉത്തരവൊന്നുമല്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അറിയാം, എല്ലാവരും കാണുന്നതാണ്. പക്ഷെ ഇന്നത്തെ സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഒരു വിവാഹത്തിന് പോയി, അവിടുന്ന് കല്യാണ പള്ളിയിൽ നിന്ന് അത് കഴിഞ്ഞേച്ച് ബാക്കി കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അതും ഏതോ ഒരു കുടുംബത്തിനെതിരെ ഞാൻ ഇന്ന് ഒരു അല്പം മുമ്പ് കണ്ട, ഇപ്പോഴല്ല, ഈ വിളിക്കുന്ന ഒരു ശകലം മുമ്പ് കണ്ട ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട ഒരു കുടുംബത്തിനെതിരെ എന്തോ ഒരു പറഞ്ഞതിന്റെ പേരിലാണ് ആ കുടുംബത്തിലെ ആരാളാണ് അദ്ദേഹത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായത് എന്നാണ് അവിടുന്ന് ആ മറ്റൊരു കാറിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോയുടെ പാർട്ടാണ് ഞാൻ കണ്ടത്. അത് ശരിയാണെന്ന് എന്തായാലും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷാജിൻ സ്കറിയെ കാണുന്നില്ല അതിനകത്ത്. മറ്റൊരു വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്ന ഒരു പാർട്ടായിട്ടാണ് അത് കണ്ടത്. അതിനകത്ത് ഇരുന്ന സംസാരങ്ങളും കേൾക്കാം. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ ഇന്ന് എനിക്കായിട്ട് കിട്ടിയതല്ല കേട്ടോ, ഞാനിത് ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. പക്ഷെ ഇന്ന് വേറൊരാളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, രാജൻ ജോസഫിന്റെ റിപ്പോർട്ട് ഞാൻ കേട്ടായിരുന്നു. കൃത്യമായിട്ട് കേരള പോലീസ് അതിനെതിരെ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ഇന്നലെ വരെ വീണ ജോർജിന്റെ ഈ ആരോഗ്യവകുപ്പ് മോശമാണെന്ന് പറഞ്ഞിരുന്ന ഷാജിൻ സ്കറിയ ഇന്നലെ കൊണ്ട ട്രീറ്റ്മെന്റിന് കേട്ടത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അദ്ദേഹം ആരോഗ്യവാനായിട്ട് ഇറങ്ങി വരുമ്പോൾ പൈസ കൊടുക്കാൻ നേരമാണ് അറിയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നും അവിടെ കേരള ഗവൺമെന്റ് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നാളെ അതുകൊണ്ട് ഇനി വീണ ജോർജിനെ കുറിച്ച് നല്ലത് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ വന്നത്, ഷാജിൻ സ്കറിയ ആണെങ്കിലും ഇനിയും കേരളത്തിലെ ആദ്യത്തെ പത്രമായ ദീപികയാണേലും അതിനുശേഷം വന്ന മനോരമയാണേലും സ്വാതന്ത്ര്യ സമത്വത്തിന്റെ അതിനോടൊത്ത പ്രവർത്തനമുള്ള മാതൃഭൂമിയാണേലും പത്രപ്രവർത്തനം അതിൻ്റെതായ കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങള് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളത്തില്ല. ഇപ്പൊ ഷാജിൻ സ്കറിയ മാത്രമല്ല, 2 ദിവസത്തിന് മുമ്പ് റിപ്പോർട്ടർ ടിവിയിൽ, തൃശ്ശൂർ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ പോയി കരിയൊഴിച്ചു നോക്കുക. അതിനെക്കുറിച്ച് ഇത് തന്നെ നമ്മൾ സംസാരിക്കണ്ടല്ലേ? എന്തിനാണ്, എന്തുകൊണ്ടാണ്? അന്നേരം പൈസ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾക്ക് എതിരായിട്ട് ഇന്നിപ്പം നെഗറ്റീവ് കാണാനാണ് എപ്പോഴും ആൾക്കാർക്ക് താല്പര്യം. നല്ല ശരിയായുള്ള വാർത്തയെക്കാട്ടിൽ നെഗറ്റീവ് വാർത്തകൾക്കാണ് എപ്പോഴും മൈലേജ് കൂടുന്നത്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും കള്ളം ഭൂമിയെ 4 പ്രാവശ്യം ചുറ്റി വരും എന്ന് പറഞ്ഞ പോലെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പം നടക്കുന്നതല്ല. അതുകൊണ്ട് എന്തായാലും ആരായാലും പത്രപ്രവർത്തകർക്കെതിരെ എന്ന് മാത്രമല്ല, ആർക്കുമെതിരെ ആരും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതല്ല. പത്രപ്രവർത്തകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുക, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അന്ന് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്. ഒരു കുരയ്ക്കുന്ന പട്ടിയെ പോലെ കുരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം എവിടുന്നെങ്കിലും ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ നോക്കി കുരയ്ക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മാധ്യമ പ്രവർത്തനമല്ല എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും അഭിപ്രായം. അല്ല, ജോസ്പേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അത് പറയാം. കാരണം ഇതെന്നു വെച്ചാൽ ഇപ്പം ഇത് എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ആക്രമണം ആയതുകൊണ്ടും
അതിന്റെ ഒരു ഇതുകൊണ്ട് പറയാണ് ജോസ്പേട്ടൻ. ഇപ്പൊ അതിനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. കാരണം ഷാജൻ സ്കറിയ എന്ന ആളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. ഒന്നാമതായിട്ട് അത് നോക്കേണ്ട ഒരു കാര്യമല്ല. കാരണം അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ സംഘപരിവാറിന് അനുകൂലമായിട്ട് ചെയ്യുന്ന ആൾക്കാരാന്ന് വിമർശിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട്. മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന സമയത്ത് പാർട്ടികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഭരണത്തിനെതിരായി അതായത് പ്രതികരിക്കേണ്ട മേഖല, വോയിസ് ഫോർ വോയിസ്ലെസ് എന്നാണല്ലോ പറയപ്പെടുന്നത്, അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു മേഖലയാണ്. പക്ഷെ തൊടുപുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഈ ഒരു കാലഘട്ടത്തില് പട്ടാപ്പകല് ഒരു വണ്ടിക്ക് വന്ന് ഒരാളെ, അതൊരു പത്രപ്രവർത്തകനെ ആക്രമിക്കുക എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ, എന്ത് ലോ ആൻഡ് ഓർഡർ ആണ് ഈ നമ്മുടെ നാട്ടിലുള്ളതെന്നൊന്ന് പറയണ്ടേ? കാരണം ഇതിനൊരു തലവനുണ്ടോ? ഇതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടോ? അതായത് കുറെ ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്ത് ഗുണ്ടായുസവും നടക്കുമെന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് അത് തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ വിടാം. പിന്നെ ജോസ്പേട്ടൻ പറഞ്ഞ ഈ കാരണമില്ലേ, ഈ നമ്മുടെ തൊഴിൽ താലൂക്ക് ആവശ്യത്തിലേക്ക് പോയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സർക്കാർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അദ്ദേഹം അതിന്റെ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ടായി ഉടനെ തന്നെ അവിടുത്തെ സ്മിത ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഹോസ്പിറ്റൽ, തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അദ്ദേഹം ചികിത്സ ശരിയാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മുടെ ആ ഒരു ടോപ്പിക് അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അത് ചെയ്തതാണ്. പക്ഷെ എന്നാലും അതിനകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഓൾറെഡി 2010 15 വർഷം മുമ്പ് ഇപ്പം എന്റെയും കൂടെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയത് ഈ തൊടുപുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പോയ കുറച്ച് ആൾക്കാർ മോർച്ചയാണ് ഈ ഇൻസിഡന്റ് നടന്നത്. അപ്പൊ അങ്ങനെ തൊഴിൽ ന്യൂമാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ കുറെ പാർട്ടി ഗുണ്ടകൾക്കും അല്ലെ കുറച്ച് ജിഹാദികൾക്കും ഒക്കെ അഴിഞ്ഞാടാൻ പറ്റുന്ന രീതിയിൽ ആ നാടൊക്കെ ചേഞ്ചായി പോകുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഇതിന്റെ അകത്ത് പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജൻ കുറെ ആൾക്കാരുടെ ടാർഗറ്റിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ രീതിയിലാണോ അതിനെ എതിർക്കുന്നത്? കാരണം അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിൻ സ്ട്രീം മീഡിയക്കൊക്കെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കിനൊക്കെ വളരെ ലിമിറ്റേഷൻ ഉണ്ടാവും. ആ ലിമിറ്റേഷനെയാണ് ഇപ്പൊ പറയാം, ഒരു ന്യൂസിനെ അതിന്റെ 10 സൈഡിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാം. ആ ന്യൂസിന്റെ മുന്നിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കിക്കാണാം. ആ ഏത് രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ മാത്രം ഒരു ഡിസ്ക്രിപ്ഷൻ, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ആ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിന് അദ്ദേഹത്തിനെ കായികമായിട്ട് നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം കൂടെ അതിന്റെ അകത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇപ്പൊ ഇന്ന് വന്നതല്ല, ഷാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, തന്നെ ഡ്രൈവ് ചെയ്ത് വന്ന ഒരാളെ ആക്രമിച്ചിട്ട് ഒരു FIR ഇടുമ്പം, അതാണ് പറഞ്ഞത്, എന്ത് യൂട്ടോപ്യൻ നിയമമാണ്, അവിടെ നിയമവാഴ്ചയാണ്. നിങ്ങൾ പറഞ്ഞ പോലീസ് വടിയെടുത്തു. FIRനകത്ത് ഈ 5 പേരുടെ കണ്ടാൽ ഇത്രയും ആൾക്കാർ കണ്ടോണ്ടിരുന്നത്. അതായത് ഒരു കല്യാണ പാർട്ടിയുടെ കോൺവോയ് ആയിട്ട് വരുന്ന വണ്ടിയുടെ നടുക്ക് നിന്നിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് ഒരു പട്ടണത്തിന് നടുവിൽ നട്ടുവെച്ചേക്ക് ഇത് ചെയ്തിട്ട് ആ പോലീസുകാർ അതിന്റെ എതിരെ ഇതുപോലും എടുത്തിട്ടില്ല. അവർ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തൊഴിൽ ടൗണിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ 5 പേരെ ആക്രമിച്ച 5 പേരെ ഇതുവരെയും ഈ പോലീസിന് ഇത്ര കഴിവുകെട്ട ഒരു പോലീസ് സേനയുണ്ടോ ജോസ്പേട്ട? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താണ് പറയണത് ഈ ഒരു കാലഘട്ടത്തിൽ? ഇതിനൊക്കെ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാര് വേറെ എന്തൊക്കെയോ ഇവരൊക്കെ പോകേണ്ട പണി എന്നാന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാം. ഇവർ ചെയ്യേണ്ട പണി ഇതല്ല. കാരണം അവർക്ക് ഇതല്ലേ, അറ്റ്ലീസ്റ്റ് ആ FIRലെങ്കിലും ഈ ആക്രമിച്ച ആൾക്കാരുടെ പേര് ഒന്ന് മെൻഷൻ ചെയ്ത് അവർക്കെതിരെ കേസെടുത്തേക്കണല്ലേ. ഇത് 48 മണിക്കൂറാകാം, 36 മണിക്കൂറാകാൻ പോവാണ്. ഇപ്പോഴും ഇവരെ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇവരെല്ലാം കാരണം ഇവര് വിദേശത്തേക്ക് കടന്നു. ഇവരെല്ലാം പറഞ്ഞല്ലോ, വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് അവരുടെ എല്ലാവരുടെയും പിക്ചർ കാണുന്നുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും ഇമേജും ഉണ്ട്. അപ്പൊ പോലീസിന് തേടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കാണുന്നുണ്ടല്ലോ. ജോസ്ബേട്ടൻ തന്നെ പറഞ്ഞില്ലേ വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് അവര് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സെക്കൻഡ്, ജിൻസു VD സതീശൻ പറയുന്ന സംസാരിച്ചത് കേരളത്തിലെ പോലീസ് കഴിവുകെട്ടാരാണെന്നൊന്നും പറഞ്ഞു കളയുന്നത് മോശമായി കേട്ടോ. കഴിഞ്ഞ ദിവസം പോലീസിനെ ഭരിക്കുന്ന ആൾക്കാർ, തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കഴിവുള്ളവരായാലും ഈ സേനയ്ക്ക് പ്രശ്നം വരും. തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഭരിക്കാൻ, അല്ല അവർക്ക് അഭിമാനം. അതുകൊണ്ടാണ് ജോസ്പേട്ട ഈ പട്ടാപ്പകൽ ഈ ഗുണ്ടായിസ് ഇതുപോലെ ഒരു പത്രപ്രവർത്തകനെ ആക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഇങ്ങനെ ഒരു നിയമവാഴ്ച ശരിയായിട്ടില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം ജിൻസെ. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പാണല്ലോ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച ഒരാളുടെ മകള്, ആ സിനിമാ നടന്റെ മകളുടെ ഒരു പ്രശ്നം വന്നപ്പം അതൊരു ക്രിയേറ്റഡ് ആണ് എന്നുള്ള പോലീസിന് അവർ റിപ്പോർട്ട് ചെയ്തു. ആ പോലീസ് അന്വേഷിച്ചപ്പം മറ്റേ സെറ്റുകാരി പൈസ എടുത്തുകൊണ്ട് പോയത് അവരുടെ കട വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെതാ വഴിക്കല്ലേ പോന്നു. അല്ല, ഈ ഒരു
സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടും അതിനെ നമ്മളിങ്ങനെ കുറ്റം പറയുന്നതല്ലേ. ഇനി നിങ്ങൾ കണ്ടുപിടിച്ചില്ല, കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സമയം ഉണ്ടല്ലോ ഇനി. കാരണം ഉണ്ടല്ലോ എന്നുള്ളതല്ല, തീരുമാനം അവിടെ പോലീസ് കേസെടുത്തു, ബാക്കി കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു. അവരെ കണ്ടുകിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഇപ്പോഴും. കാരണം അതുകൊണ്ടല്ല ഒരുപക്ഷെ വി ഡി സതീശനും ജിൻസേനെ പണ്ടത്തെ നമ്മുടെ ആ ഒരു ഈ ക്യാമറ വെക്കുന്നതിനെതിരെ വളരെ എതിർപ്പായിരുന്നു. പക്ഷെ ആ ക്യാമറ വെച്ചതിന്റെ ഒരു പ്രയോജനം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആർക്കും മുങ്ങാൻ പറ്റത്തില്ല. ഈ ക്യാമറയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തങ്ങിപ്പോവും അവര്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നല്ലതാ, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല വലിയ ഒരൊറ്റ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. കമ്മീഷൻ അടിച്ചവരൊക്കെ പോയി. മക്കളും മരുമക്കളും അമ്മായിപ്പനും ചേട്ടനും കൊച്ചുമക്കളും എല്ലാരും കൂടെ കൂടി ഷെയർ ഇട്ട് സംഭവം പരിപാടി കഴിഞ്ഞു. അത് ഇതുപോലും വേറൊരു കാറിലിരുന്നവരെ എടുത്തത് കാരണമാണ് ഇതുപോലും ഈ വീഡിയോ. അവര് ആ വിവാഹ പാർട്ടിയിലുണ്ടായിരുന്ന കോൺവോയ് ആയിട്ടുണ്ടായിരുന്ന, കാരണം അവരുടെ ആ വണ്ടിയിലുണ്ടായിരുന്ന ആളാണ് അവരെ ആ കല്യാണത്തിന്റെ അകത്ത് പങ്കെടുക്കുന്ന ആളാണ് ഇവരെ പിടിച്ചു മാറ്റാൻ പോയത്. അപ്പൊ ആക്രമണം നടന്ന സീനിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാർട്ടിക്കാരുണ്ടായിരുന്നു. അതാണല്ലോ പറയുന്നത്, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. എന്തോന്ന് ഡിവൈഎഫ്ഐ. അതെ, ഇതിപ്പോ കേരള രാഷ്ട്രീയത്തില് വിയോജിപ്പ്. എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യം ജിൻസ്, പിന്നെ ഈ വല്യച്ഛൻ വന്നാലും കൊച്ചച്ഛൻ വന്നാലും പൂജാരി വന്നു കഴിഞ്ഞാലും മന്ത്രവാദി വന്നു കഴിഞ്ഞാൽ ഈ പൂവൻകോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ കൊണ്ടേക്കുന്നില്ലായിരുന്നു. ആ പിള്ളേർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, നല്ല കാര്യങ്ങൾ പൊതുചോറ് കൊടുക്കുന്ന കാര്യമാണ്. അല്ലെ, നമ്മളൊരു ഒരു സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടിട്ട് അവര് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്നൊക്കെ പറയാം. ഇതുപോലത്തെ ഗുണ്ടായിസം കാണിക്കുന്നത് അവര് പിടിച്ചു മാറ്റാനായിരിക്കും. എനിക്കറിഞ്ഞൂടെ, ഞാൻ അവിടുത്തെ കാര്യത്തെ കുറിച്ച് കണ്ടില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു ഡിവൈഎഫ്ഐ ആണ് അതാണെന്ന് പറയരുത്. ഈ കഴിഞ്ഞ വയനാട് ദുരന്തം ഉണ്ടായി, ഈ 888 ലക്ഷം രൂപയുടെ ചിറ്റ് കാണിച്ച മാതിരി അല്ലല്ലോ. എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ അവരുടെ ഇറങ്ങി, അവരുടെ അധ്വാനം കൊണ്ടാണ് എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്ര പേർക്ക് ബ്ലഡ് കൊടുക്കുന്നു, കേരളത്തിലെ എത്ര പേർക്ക് സഹായമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് കൊടുക്കുന്നു, എത്ര പേർക്ക് ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്നു. ഇതുപോലെ ബാക്കി എന്താ രാഷ്ട്രീയ പ്രവർത്തനത്തില് രാഷ്ട്രീയ പാർട്ടിക്കാരെ എന്താ കാണുന്നത്? എന്ത് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ മണ്ടക്കെട്ട് ഇടാതെ ഇതിലെ. എന്റെ പൊന്നു സാറേ, ഇത് എല്ലായിടത്തും ഓൾറെഡി വന്നതാണ്. ഈ അടി കൊണ്ട ആള് തന്നെ ഓൾറെഡി പറഞ്ഞു, അതായത് ഡിവൈഎഫ്ഐയുടെ ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ആക്രമിച്ചതെന്നും അതിന്റെ അകത്ത് വേറെ പല താല്പര്യമുണ്ട്. ഇപ്പൊ തൊടുപുഴയിൽ തന്നെ ഈ ആക്രമണം ഉണ്ടായത് ഇതിനു മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ. പുള്ളി ആരുടെയൊക്കെയോ ടാർജറ്റ് ആയിരുന്നു. പുള്ളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ കേട്ടത് വ്യക്തിപരമായിട്ട് ഒരു കുടുംബത്തിനെതിരായിട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു വാർത്ത ഇട്ടു. ആ കുടുംബത്തിലെ ആരാണ്ടുമാണ് ആക്രമിച്ചത്. വാർത്തയിട്ട് സ്വന്തം ഭാര്യനെ കൊന്ന കൊലക്കേസിൽ പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട ഒരാളാണ് ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ഡിവൈഎഫ്ഐ മെമ്പറാണ്. അപ്പൊ അതിനെ ആ രീതിയിലൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ സാഹചര്യം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതും, ഷാജനെ ഈ കേരളത്തിലെ പോലീസുകാർ മുഴുവൻ ഓടിച്ചിട്ട് ഇന്ത്യ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് എവിടെയൊക്കെ എന്തേലും എഫേർട്ട് എടുത്തു. ആ എഫേർട്ട് എടുക്കുന്ന ഷാജനെ തപ്പി നടന്ന അറിയാലോ, മാസങ്ങളോളം ഷാജനെ ടാർഗറ്റ് ചെയ്ത് പോലീസുകാർ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് പറയാണ്. കാരണം ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പാട്ടായിരിക്കുന്ന ഒരാള് രഹസ്യത്തിൽ ഇരുന്നുകൊണ്ട് പോലീസിന്റെ ഫോൺ ചോർത്തുന്നത് ശരിയാണോ ജിൻസേ? അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ അതിനെ പറഞ്ഞത്, അത് അതിനെക്കുറിച്ചുള്ള സബ്ജക്റ്റിലേക്ക് തുറന്നു വരുമ്പോ നമുക്ക് ഇതെന്തായാലും ഒരു മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുന്നത് ശരിയല്ല, തെറ്റ് തന്നെയാണ്. മാധ്യമപ്രവർത്തകൻ എന്നല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും ധൈര്യമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി റോഡിലിറങ്ങി നടക്കാനുള്ള സ്ഥിതി ഉണ്ടാകണം. അതിനുള്ള നമ്മുടെ ഗവൺമെന്റിനുള്ള നിയമം പരിപാലിച്ചിരിക്കണം. എല്ലാ പൗരന്മാർക്കും ഒരേപോലുള്ള തത്തുല്യമായ സംരക്ഷണം നൽകിയിരിക്കുകയും വേണം. അങ്ങനെയാണല്ലോ അവിടെ ഭരിക്കുന്ന സർക്കാർ അതില് അവര് പരാജയപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം? കാരണം ഇത് നടപടി എടുത്തില്ലെങ്കിലാണ് പട്രീഷ്യ പരാജയപ്പെടുന്നു പറയുന്നത്. അവരെ സംരക്ഷിച്ച് നിർത്തുവാണെങ്കിലാ പരാജയപ്പെടുന്നു പറയുന്നത്. ജനങ്ങള് റോഡില് സുരക്ഷിതമായി പകലെന്നല്ല രാത്രിയും സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സഞ്ചാരയോഗ്യം അല്ലാതാക്കുന്ന ഇടത്താണ് ഗവൺമെന്റ് പരാജയപ്പെടുന്നത്. അത് ആഭ്യന്തര പരാജയമാണ്. 3 കോടി ജനങ്ങളുള്ള ഈ കേരള മഹാരാജ്യത്ത് ഇന്നലെയായിരുന്നു മഹാബലി ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നപ്പോ കേരളത്തിലെ മനുഷ്യരെല്ലാം ഒരുപോലെ ആയിരുന്നു, സന്തോഷത്തോടായിട്ടായിരുന്നു നടന്നിരുന്നത്. നമ്മൾ ഓണം കൊണ്ടാടാൻ പോവാ. അതുപോലെ ഒരു മഹാബലിയുടെ ഭരണം മാതിരി നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
എന്റെ അതുപോലെ സോഷ്യലിസ്റ്റ് കണ്ടുകെട്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? ജോസഫേട്ടൻ എന്തിനാ മഹാബലിയുടെ സമയത്തേക്ക് പോകുന്നത്? നമ്മൾ അതിനാണല്ലോ നമ്മൾ ഈ നേതാക്കന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് ഭരണം ഏൽപ്പിക്കുന്നത്. നേതാക്കന്മാര് തെരഞ്ഞെടുത്ത നേതാക്കന്മാർ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള വിധത്തിൽ തന്നെയാണ് ആയുധത്തിലല്ല അവർ കാണുന്നത്. അല്ല, ഒരു അപകടം ഉണ്ടാകുന്നതും ഒരു ആക്രമണം ഉണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് പിന്നെ എന്തിനാണെന്നേ നമ്മുടെ അവിടുത്തെ ഈ പിന്നെ പോലീസും അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തിനാണെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് അവർക്ക് നേരത്തെയൊക്കെ ഒരു ക്ലൂ ഒക്കെ വേണ്ടേ അവർക്ക്? പിന്നെ എന്തിനാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി എങ്ങനെ മരിച്ചത്? പോലീസുകാരില്ലായിരുന്നു അവിടെ? എങ്ങനെയാ ബോംബ് പൊട്ടിയത്? ഒരു മനുഷ്യന്റെ മനസ്സിന്റെ കൊള്ളടക്കുന്ന വികാരങ്ങളെ പോലീസ് എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത്? ആയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല ദേവസ്വ. മരിക്കുമായിരുന്നോ? പോലെയാണോ 2025 ഇരിക്കുന്നത്? ടെക്നോളജി വളർന്നു. 92 പോലീസുകാർക്ക് അന്നേരം പിന്നെ കവടി നിർത്തി കണ്ടുപിടിക്കാൻ പറ്റുമോ അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്? അതൊന്നും പറ്റത്തില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കാനാണോ ജോസഫേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്? പാർട്ടിയെ സംരക്ഷിക്കാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാ. ഞാൻ പറഞ്ഞത് പോലീസ് ആസ്ഥാനത്തും മറ്റേ നമ്മുടെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഭവനത്തിലും ഒക്കെ കവടി നിരത്തുന്ന ആൾക്കാരാണോ ഇരിക്കുന്നത് ഇപ്പൊ അവിടെ? അവര് കവടി നിരത്തിയാണോ ഈ ലോ ആൻഡ് ഓർഡർ ഒക്കെ പരിപാലിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരാക്രമണം നടക്കുമെന്ന് അത് ഈ രഹസ്യ പോലീസുകാരുണ്ട്, അതിനകത്തൊന്നും പലതും കണ്ടുപിടിക്കാൻ പറ്റുക, അതിങ്ങനെ പലതും ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ലായിരിക്കാം. ഇത് ഈ ഒരു പരസ്യമായിട്ട് ഒരു സംഭവത്തില് ഇത് രഹസ്യമായിട്ടല്ലല്ലോ, കല്യാണത്തിന് പോയി അദ്ദേഹം സദ്യയെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ ഈ ആക്രമണം ഉണ്ടായെന്ന് പറയുന്നത്. അന്ന് ഒരു സമൂഹത്തിന് മുന്നിൽ വെച്ച അന്നേരം അവിടുത്തെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ഞാൻ കണ്ടത് അടുത്ത ഒരു വണ്ടിയിൽ വന്ന് അവിടെ നിന്നുള്ള ഒരു ക്യാമറ ഒരു വീഡിയോ വിഷ്വൽ കണ്ടത് തന്നെ. അന്നേരം അവിടെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിനെക്കാട്ടിലുപരി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ അപ്പായോ ആരുണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ അത് മാറ്റാൻ പോകുമ്പോൾ മകനോട് ആ അമ്മ പറയുന്നുണ്ട് അപ്പായ ഇങ്ങ് വിളി എന്ന് പറയുന്നത്. ആ വിധത്തിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ഈ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റ് നടക്കുവാണെങ്കിൽ ആ തെറ്റിനെ എതിരായിട്ട് പ്രവർത്തിക്കാൻ ആ തെറ്റിനെ എതിരെ പ്രവർത്തിച്ച് അതിനെ ഒന്ന് സത്യസന്ധതയിലാക്കും നല്ല വിധത്തിൽ കൊണ്ടുവരാൻ പോലും ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം പേടിക്കുന്നതിന് കാരണം രാഷ്ട്രീയ അതിപ്രസരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയവും മതവും നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറിയിരിക്കുക എന്ന് ഒട്ടറാണെന്നുള്ളത് നമ്മളിപ്പോ കടന്നു പോകുമ്പോൾ ഒരുപാട് ഇത്രയും ഞങ്ങൾ പറഞ്ഞുള്ളൂ ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കാരണം ശരിയായിട്ടുള്ള ഒരു നിയമപാലനം നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് പട്ടാപ്പകൽ ഒരു മാധ്യമ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ പോലീസ് നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തി ഇത് യുവജന സംഘടനയിൽ പെട്ടവരാണ് ഇത് നടത്തിയതെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ഒരു പിന്നെ എന്താ പറയാ അന്വേഷണം കൃത്യമായി നടത്തി പിന്നെ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ജോസഫേട്ടൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ യുവജന സംഘടനകളെ എങ്ങനെയാണ് ആക്രമണോത്സുകതയിലെ അല്ലാതെ സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു പരിഷ്കാരം നടത്താൻ കഴിയുകയെന്നാണ് ജേക്കബേട്ടന്റെ അഭിപ്രായത്തിൽ? എങ്ങനെ അത് നമുക്ക് മാറ്റാൻ പറ്റും? എങ്ങനെയാ അതിന് കഴിയാൻ പറ്റുക എന്നാണ് ജേക്കബേട്ടൻ വിചാരിക്കുന്നത്? ശ്രീ ഷാജൻ സക്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഞാൻ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രത്യാഘാതമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാൻ പോയിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഒപ്പം അവരെ ഇഷ്ടം നിൽക്കാത്ത ആരായാലും അവർക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ട് വേണം ഇത് കരുതാൻ. നമുക്കറിയാം കോവിഡിന് ശേഷം ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയ പടർന്ന് പന്തലിച്ചു. വീട്ടിൽ പുറത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിശ്വാസം മറ്റു പോയിടത്താണ് ജനങ്ങളുടെ ശബ്ദമായിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ആ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രാമുഖ്യം ചെലുത്തുന്ന ഒരു ചാനലാണ് മറുനാടൻ മലയാളി. ഈ മറുനാടൻ മലയാളിയുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തികളും
നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹത്തോട് വളരെയധികം നമുക്ക് സംകുചിതമായിട്ടുള്ള വളരെയധികം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനോട്, അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയോട്, അദ്ദേഹം എടുക്കുന്ന കണ്ടന്റിൻ്റെ വ്യത്യസ്തമായ നിലപാടുകളോട് നമുക്ക് നഖശിതകാന്തം ഇതിനകത്ത് വളരെയധികം നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് രണ്ട് കൂട്ടരാണ്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം ഈ ഭരണത്തിൻ്റെ പോരായ്മകൾ മറച്ചു പിടിക്കുന്ന ആ ഒരു സംരംഭം, ആ സംരംഭത്തിനെ അത് വെളിച്ചത്തെ തുറന്ന് കാട്ടുന്നത് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്താണോ ഏറ്റു പറയാൻ, എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എവിടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പരാജയപ്പെട്ട് അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ഉയർത്തെഴുന്നേൽപ്പും അതിൽ ഒരു മുന്നണി പോരാളിയായിട്ട് ഷാജൻ സ്കറിയ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. അങ്ങനെയുള്ള ശരിക്കും പറയുകയാണെങ്കിൽ ഷാജൻ ഇവിടെ നമ്മൾ രാഷ്ട്രീയമല്ല, ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഷാജൻ സ്കറിയയുടെ തന്നെ മുൻകാല ചരിത്രം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കടുത്ത ഒരു ഇടതുപക്ഷ സഹചാരിയാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ പോലും ഞങ്ങൾക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഓരോ കാലാകാലങ്ങളിലും എത്രയോ ഗവൺമെന്റ് ഭരണം മാറി വന്നു. ഈ ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം എന്തിനാണ് ഈ സമൂഹത്തോട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തോട് അല്ലെങ്കിൽ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് ഇത്രയധികം അസഹിഷ്ണുത ഉണ്ടെന്നത് കാരണം എന്താണ്? അത് ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിലെ അത് പ്രിന്റഡ് മീഡിയ ആകട്ടെ വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഒരു ക്യാമറാമാനാണ് ആക്രമിക്കപ്പെട്ടെങ്കിൽ അവർ എത്ര പന്തം കൊളുത്തി പ്രകടനം ജാതീയമായിട്ടൊന്ന് രംഗത്തിറങ്ങുമായിരുന്നു. പകരം ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അവർക്ക് സന്തോഷമാണ്. കാരണം അവർ ജനങ്ങളുടെ ശബ്ദം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നമ്മൾ കേരളത്തിൽ വളരെയധികം വിവാദങ്ങൾ കത്തിക്കേറി നിന്നപ്പോഴും ഇവിടെ സോഷ്യൽ മീഡിയയുടെ റേറ്റിംഗ് ആണ് ഉയർന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥമായിട്ട് അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരൻ്റെ ജനകീയ ശബ്ദം വെളിച്ചത്ത് വരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളോടെയല്ല. മുഖ്യധാരാ മാധ്യമങ്ങളോട് ബദലായിട്ട് നിൽക്കുന്ന ഒരു വടവൃക്ഷമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ പടർന്ന് പന്തലിച്ചു. അതിനെ ഇന്ന് നിഷ്കാസനം ചെയ്യാൻ യാതൊരു കാരണവശാലും സാധിക്കില്ല. നമ്മൾ ആശയത്തെ ആശയപരമായിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്ന പകരം ഏറ്റവും ഒരു ഭീരുത്വത്തിൻ്റെ സ്വഭാവമാണ് ആശയമുള്ള ആ ആശയത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ അവനാഴികൾ ഒന്നുമില്ലാതെ ആകുമ്പോഴാണ് നമ്മൾ കായികമായിട്ട് നേരിടുന്നത്. അത് ഭീരുക്കളുടെ ഒരു തന്ത്രമാണ്. ഒരു ഏകാധിപത്യ പ്രവണതയിൽ നിന്ന് കാലം എത്രയോ മുന്നോട്ട് പോയി. ഇന്നിപ്പം നമ്മുടെ ജനാധിപത്യ രീതിയാണ്. ഒറ്റപ്പെട്ട കാര്യം അല്ല അത്. നമ്മളിപ്പോ എന്ത് കാര്യം പറഞ്ഞാലും അതിന് ഒറ്റപ്പെട്ട കാര്യമാണ്. അതിൽ എനിക്ക് 10,000 ഉള്ള കാര്യം ഞാൻ ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വാർത്തേനെ കോട്ട് ചെയ്താണ് പറയുന്നത്. ഇന്ന് ഈ ഷാജൻ സ്കറിയക്ക് പോയി എഴുതാൻ പോലും തയ്യാറായി. നമുക്ക് ഇന്നത്തെ ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പം ഈ ഒരു മാധ്യമപ്രവർത്തകരെ നടന്ന ഈ ആക്രമണത്തെ നമ്മൾ എല്ലാവരും അപലപിക്കുന്നു. ജോസഫ് അതിന്റെ അകത്ത് ഈ ഒരു സാഹചര്യം ഇത് കേരളത്തില് ഇതിനകത്തൊരു ലോ ആൻഡ് ഓർഡറിന്റെ വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ജോസഫേട്ടന് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എനിവേ നമ്മൾ പറയാണ് നമുക്കൊരു ആക്രമണത്തെ ഞാൻ അപലപിച്ചു, ആദ്യമേ പറഞ്ഞല്ലോ ആക്രമണത്തെ കേരളത്തിലെ മാത്രമല്ല, ഇവൻ നമ്മുടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യിലെ ആക്രമണത്തെ അതിനെ അപലപിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അതെടുക്കേണ്ടതല്ലേ. നമ്മൾ സ്വന്തം കണ്ണിൽ കോല് വെച്ചിട്ട് മനുഷ്യനെ കണ്ണിലെ കരടെടുക്കാൻ നടക്കുന്നത് ശരിയല്ലല്ലോ. കേരളത്തിലെ മാധ്യമ സംഘടനകളും എല്ലാ മാധ്യമ പ്രവർത്തകരും എല്ലാം ഈ വിഷയത്തില് ഇടപെടുക. അല്ല നാളെ നിങ്ങൾക്കെതിരെ ഇതിന്റെ ഒരു ഇതുപോലെ തന്നെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഈ കൂട്ടം തിരിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കുന്ന ആൾക്കാരെ ആക്രമിക്കുന്നതിന് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.